എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ക്യാരറ്റ് പുട്ട്. ക്യാരറ്റ് പുട്ടെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പച്ചക്കറി കറി വെക്കുന്ന ക്യാരറ്റ് ഉപയോഗിച്ചിട്ടല്ല ഇത് ഞാൻ വയനാട്ടിൽ കൂടെ പോയപ്പം നമുക്കറിയാലോ, ഈ നാച്ചുറലായിട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ ഇങ്ങനെ ചോക്ലേറ്റൊക്കെ, ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റൊക്കെ ഉള്ള ഷോപ്പിൽ കയറിയപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നുണ്ടേ. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ എടുത്തു നോക്കി. അപ്പോൾ ക്യാരറ്റ് പുട്ടെന്നൊക്കെ ലേബൽ കണ്ടു. ഇതെന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ച് ഞാനൊരെണ്ണം മേടിച്ചു. ഇത് എങ്ങനെയാണെന്ന് അറിയണമല്ലോ, ഇതിൻ്റെ രുചി എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനൊരെണ്ണം വാങ്ങി. ഇത് 250 ഗ്രാമിൻ്റെ ആണേ, 1/4 കിലോ തൂക്കം വരുന്നുണ്ട്. അപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സേമിയ പോലെ ഉണ്ടല്ലേ, അതുപോലെ തന്നെയൊക്കെ തന്നെയുണ്ട്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ അതുപോലെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെള്ളത്തിൽ, സാധാരണ വെള്ളമാണ് കേട്ടോ, ഇത് പച്ചവെള്ളമാണ്. അതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പുട്ടിൻ്റെ കൂട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ പകുതി എടുക്കുന്നുള്ളൂ. പകുതി എടുത്ത് ഇത് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കുക. ഒരുപാട് സമയം കുതിർക്കണ്ട, 1 മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് കുതിർത്ത് വെക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ, ഉണ്ടാക്കാനൊക്കെ വളരെ സിമ്പിളാണ്. വെള്ളത്തിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് അതിനകത്തോട്ട് 1 മിനിറ്റ് കുതിർത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പകുതിയുടെ ആവശ്യമുള്ളൂ, ആൾക്കാരൊക്കെ കുറവായതുകൊണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ 1 മിനിറ്റ് സമയം നന്നായിട്ട് നിന്ന് കുതിർക്കാൻ വേണ്ടി ഇതുപോലെ വെക്കുക. കറക്റ്റ് 1 മിനിറ്റ് കുതിർത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഉള്ളപ്പോൾ ഞാനിങ്ങനെ ലേബൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാരറ്റ് പുട്ടെന്ന് പറഞ്ഞപ്പോൾ ക്യാരറ്റ് ആയിരിക്കും അതിനകത്ത് ഫുള്ളെന്നൊക്കെ വിചാരിച്ചു. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിച്ച് നോക്കിയപ്പോഴല്ലേ മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞ് 1 മിനിറ്റിന് ശേഷം ഇതുപോലെ നന്നായിട്ട് നിന്ന് വെള്ളം ഒന്ന് പിഴിഞ്ഞ് എടുക്കുക. ഞാനൊരു വേറെ പാത്രത്തിലേക്ക് വെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഉള്ള സംഭവം ക്യാരറ്റിൻ്റെ പൗഡർ എഴുതിയിട്ടുണ്ടെന്ന്, കളർ കണ്ടിട്ട് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ. പിന്നെ ഉള്ളത് കോൺഫ്ലവറും മൈദയും. ഇതാണ് സംഭവം അതിനകത്തുള്ളത്. ഇങ്ങനെയൊക്കെ പടമൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് വീണ് പോയി, ഇതെന്തോ വലിയ സംഭവമെന്ന് വിചാരിച്ച്. എന്തൊക്കെയാണെങ്കിലും ഞാനൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കി നോക്കിയിട്ട് കൊള്ളോ ഇല്ലെന്ന് അറിയണ്ടേ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുതിർത്ത് വെള്ളമൊക്കെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പം പുട്ടിന് വേണ്ടിയാണല്ലോ. ഒരു പാത്രത്തിലേക്കിട്ട് ഞാൻ ഒരു പിടി തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ അരിപ്പുട്ട് ഉണ്ടാക്കിയാലും ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ കൂടി ഇടും. അപ്പം നല്ല ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയാണേ. നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പം ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണെങ്കിൽ പോലും നമ്മൾ വീടുകളിലൊക്കെ കുറച്ചുണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ഇതുപോലെ ഇച്ചിരി തേങ്ങയും കൂടെ ഒക്കെ ഇട്ട് നമ്മളൊന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ഫില്ലിങ്ങിന് തേങ്ങ കൊടുക്കും, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ പുട്ടുകുറ്റിയിൽ ആവി വന്നിട്ടുണ്ട്. പുട്ടുകുറ്റി ആവി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അതിന്. ഇതുപോലെ അങ്ങ് നിറച്ച് കൊടുക്കുക. നിറച്ച് കൊടുത്ത് ഞാനിവിടെ അടച്ചു വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് സമയം. 10 മിനിറ്റ് ഒന്നും വേണ്ട, ആവി പെട്ടെന്ന് കയറി വരുമല്ലോ. നമുക്കറിയാലോ പുട്ടുകുറ്റിയുടെ ഒരു ആവി കയറാൻ വേണ്ടി എത്ര സമയം എടുക്കുമെന്ന്. അത്രയും സമയത്തിനുള്ളിൽ തന്നെ ആവിയൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ അടച്ചു കൊടുത്തിട്ടുണ്ട്. അടച്ചു കൊടുത്തതിന് ശേഷം ആവി വന്നതിന് ശേഷം നമുക്ക് പിന്നെ ഇതൊന്ന് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇതായത് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. പുട്ടുകുറ്റിയിൽ നിന്ന് എടുത്ത പാടെ ഞാൻ ഒരു 1 മിനിറ്റ് സമയം ഒന്ന് മാറ്റി വെക്കും. കാരണം അല്ലെങ്കിൽ ചൂടോട് കുത്തി കിട്ടുമ്പോഴത്തേനും അതങ്ങോട്ട് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അരിപ്പുട്ടാണെങ്കിലും എന്താണെങ്കിലും ഞാൻ 1 മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷം മാത്രം ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷമാണ് കുത്തി ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ ചൂടോടെ ഇങ്ങനെ കുത്തി ഇടുമ്പോൾ എന്താണെങ്കിലും അത് അങ്ങോട്ട് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ടയായിട്ട് കിട്ടാൻ വേണ്ടി 1 മിനിറ്റ് തണുത്തതിന് ശേഷമാണ് ഞാൻ എല്ലാ തരം പുട്ടുകളും ഇങ്ങനെ കുത്തിയിടൽ. അപ്പോൾ പുട്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2 കുറ്റി അടുത്തുണ്ടായിരുന്നു കേട്ടോ. 1.25 കുറ്റിയോളം ഉണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത് കണ്ടോ ഉണ്ടാക്കി ഞാൻ കഴിച്ച് നോക്കിയിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ ചെങ്കദളിപ്പഴമാണ്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ എവിടെയെങ്കിലും ഷോപ്പിൽ കാണുവാണെങ്കിൽ മേടിച്ചോ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും, രുചിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.